ഫ്ലൈറ്റിലാണ് വന്നിറങ്ങിയത് കോഴിക്കോട് എയർപോർട്ടിൽ. അദ്ദേഹത്തിന് കസ്റ്റംസ് നിന്ന് സഹിക്കേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ച്, ആ പീഡനത്തിന്റെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വൈറലായി കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ചെയ്ത തെറ്റെന്താണ്? കസ്റ്റം സൂപ്രണ്ട് പറഞ്ഞു ഈ പെട്ടി ഒന്ന് തുറക്കണമെന്ന്. അദ്ദേഹം പറഞ്ഞു ദുബായ് എയർപോർട്ടിൽ നിന്ന് ഇത് സ്കാൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ കോഴിക്കോട് കസ്റ്റംസിൽ നിന്ന് ഇത് സ്കാൻ ചെയ്തു. എന്റെ ഒരു അനധികൃതമായ ഡ്യൂട്ടി കൊടുക്കേണ്ട ഒരു സാധനവും എന്റെ പെട്ടിക്കകത്തില്ല എന്ന് പറഞ്ഞു. സൂപ്രണ്ട് പറഞ്ഞു നീ കാസർകോട്ടുകാരനാണ്. സർ, ആ യാത്രക്കാരൻ, ആ IT പ്രൊഫഷണൽ എന്റെ വീടിനടുത്ത് സ്ഥിതി ചെയ്യുന്ന താമസിക്കുന്ന എനിക്ക് നന്നായി അറിയാവുന്ന ഒരാളാണ്. അപ്പോ കാസർകോട്ടുകാർ ഒക്കെ മോശക്കാരാണെന്ന് നിന്നെ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ യുവാവ് പറഞ്ഞു, ആ ചെറുപ്പക്കാരൻ പറഞ്ഞു എന്റെ കയ്യിൽ അങ്ങനെയുള്ള ഒരു സാധനവും ഇല്ല എന്ന്. അതുകൊണ്ട് ഈ പെട്ടി ഞാൻ തുറക്കാം, പക്ഷേ ഈ പെട്ടി തുറന്നാൽ വീണ്ടും അത് റീപാക്ക് ചെയ്യുമ്പോൾ എന്നെ നിങ്ങൾക്ക് സഹായിക്കേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോഴാണ് കസ്റ്റംസ് സൂപ്രണ്ട് രോഷാകുലനായത്. മാത്രവുമല്ല, ആ ചെറുപ്പക്കാരന് ഏതോ ഒരു ഇരുട്ടുമുറിയിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുകയും മുഖത്തടിക്കുകയും അങ്ങനെ ആ മുഖത്തുനിന്ന് ചോരലിക്കുകയും ചെയ്ത കഥ നമ്മൾ പത്രത്തിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ മനസ്സിലാക്കിയതാണ്. അപ്പൊ ഇതിനെതിരെ എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ക്രൂരതയാണ് ഗൾഫ് മലയാളികൾക്ക് സഹിക്കേണ്ടി വരുന്നത്. ഈ ഹക്കീം റൂബ എന്ന ചെറുപ്പക്കാരന്റെ കാര്യത്തിൽ പ്രവാസി വകുപ്പിന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നതിനെ കുറിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി വ്യക്തമാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ബഹുമാനപ്പെട്ട നെല്ലിക്കുന്ന്, ഇവിടെ ഒരു ധാരണയിലെത്തിയതല്ലേ, നമുക്ക് ഇനിയും ഒരു ബില്ലുണ്ട് അദ്ദേഹം പറയുന്നത്. അല്ല, ഇങ്ങനെ സംസാരിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തെ കോഴിക്കോട് വിമാനത്താവളത്തിൽ ശ്രീ അക്കീബിന് പിന്നെ കസ്റ്റംസുകാരുടെ മർദ്ദനം ഉണ്ടായി. പക്ഷെ അദ്ദേഹത്തിനെതിരായിട്ട് ഇപ്പോ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഇവിടെ അല്ല സാർ, ഇതൊന്നും പറയാതെ പാസ്സാക്കാൻ പറ്റുമോ സാർ? ഇക്കാര്യത്തിൽ ന്യായമായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കണ്ടേ? ഇതൊന്നും സമയമില്ലാതെ നമുക്കിത് പാസ്സാക്കാൻ പറ്റുമോ? അതുകൊണ്ട് ചില കാര്യങ്ങൾ പറയണം. ബഹുമാനപ്പെട്ട ശ്രീ എന്നെ നെല്ലിക്കുന്ന് ചൂണ്ടിക്കാണിച്ച ഈ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സഭയുടെ ശ്രദ്ധയിൽ വരേണ്ട ഒരു കാര്യമാണ് അദ്ദേഹം പെടുത്തിയിട്ടുള്ളത്. ശ്രീ ഹക്കീമിനെതിരായിട്ട് പോലീസ് കേസെടുത്തു, അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുകയാണെന്ന കാര്യം അതേക്കുറിച്ച് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ഒരു നിലപാട് വ്യക്തമാക്കണം ഞാൻ എനിക്കൊരു കാര്യം പറയാനുണ്ട് സാർ. ഇത് നിയമനിർമ്മാണ സഭയാണ്. ദോശയിടുന്നത് പോലെ ബില്ലുകൾ പാസ്സാക്കുന്നത് ശരിയല്ല. ചർച്ച ചെയ്യാൻ അവസരം കൊടുക്കണം, ഇല്ലെങ്കിൽ വേറെ ദിവസം വെക്കണം. അത് ശരിയല്ല, ഇറ്റ്സ് നോട്ട് കറക്റ്റ്. നിയമനിർമ്മാണ സഭയാണ്, അസംബ്ലിയാണ്. ബഹുമാനായ സ്പീക്കർ എല്ലാ അംഗങ്ങൾക്കും പറയാനുള്ള അവസരങ്ങൾ കൊടുക്കുകയും ഒരു ബില്ലെന്ന് പറയുന്നത് നിയമമാണ്. നാളെ ഈ നിയമത്തിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കണം. അതുകൊണ്ട് ദയവായി അങ്ങ് ആളുകളെ നിയന്ത്രിക്കരുത്, ചർച്ച ചെയ്യാനുള്ള അവസരം കൊടുക്കണം. ഒരു മിനിറ്റ് സാർ, ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ സാർ. വല്ലപ്പോഴുമാണ് ഈ ബില്ലുകൾ വരാറുള്ളത്. അപ്പൊ അതുകൊണ്ട് അല്ലെങ്കിൽ വേറൊരു സമയത്തേക്ക് മാറ്റിവെക്കണം. അല്ലാണ്ട് ബില്ലുകൾ ചർച്ച ചെയ്യാതെ തീരുമാനിക്കുന്നത് പാർലമെന്ററി ജനാധിപത്യത്തിന് ഗുണകരമല്ല. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ചെയറിന് വേണ്ടിയല്ല പറഞ്ഞത്. ബഹുമാനപ്പെട്ട മന്ത്രിമാർ പ്രധാനമന്ത്രിയുമായി ചർച്ചയ്ക്ക് പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് സൗകര്യം ചെയ്തു തരാൻ വേണ്ടിയാണ് ചെയർ പറഞ്ഞത്. അടുത്ത ദിവസം മാറ്റിവെക്കുക. ഒരു കാര്യം ഞാൻ പറയാം, ഈ ബില്ല് നിയമനിർമ്മാണ സഭയാണോ ഇത്? അങ്ങ് അത് പ്രൊട്ടക്ട് ചെയ്യേണ്ട ആളല്ലേ? ദയവായി ഈ ബില്ലുകൾ ചർച്ച ചെയ്ത് ചർച്ചകളിലൂടെ ബില്ലുകൾ പാസ്സാക്കണം. ഇത് നിയമനിർമ്മാണമാണ്, ഈ രാജ്യത്തെ ജനങ്ങളെ ബാധിക്കുന്നതാണ് നിയമങ്ങൾ. ചർച്ച ചെയ്യട്ടെ സാർ, അതിനുള്ള അനുവാദം കൊടുക്കണം. നെല്ലിക്കുന്ന് ഇഷ്ടം പോലെ സംസാരിക്കാം. ഒരു ചെറുപ്പക്കാരന്, എന്റെ വീട്ടിനടുത്ത് താമസിക്കുന്ന ഒരു ചെറുപ്പക്കാരന് അകാരണമായി ഏൽക്കേണ്ടി വന്ന ഒരു മർദ്ദനം, പീഡനം ഈ സഭയുടെ മുമ്പിൽ കൊണ്ടുവരാൻ എനിക്ക് അവസരമില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനു സാർ ആ മണ്ഡലത്തിൽ MLA ഇവിടെ വരുന്നത്? സർ, ഇവിടെ ഉന്നയിച്ച കാര്യം വളരെ പ്രധാനമാണ്. മലബാർ മേഖലയിൽ കോഴിക്കോട് എയർപോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹക്കീം റൂബ എന്ന് പറയുന്ന ഒരു യാത്രക്കാരനെ മാത്രമല്ല, അതിനുശേഷം പിന്നീട് വന്ന ജയചന്ദ്രൻ എന്ന് പറയുന്ന ഒരു യാത്രക്കാരൻ ഇതേ അനുഭവമുണ്ടായി. കോഴിക്കോട് എയർപോർട്ടിൽ നിരന്തരമായി നടക്കുകയാണ്. എന്ന് മാത്രമല്ല, കസ്റ്റംസ് പീഡിപ്പിച്ച് ഇന്നലെ അധികൃതരുമായി ചർച്ച നടത്തിയവർ അത് മറ്റൊന്നും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ ഹക്കീം റൂബക്കെതിരെ കേസെടുക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി, ആഭ്യന്തരമന്ത്രി കൂടി കേൾക്കേണ്ടതാണ്. ഹക്കീം റൂബ എന്ന് പറയുന്ന ഈ യാത്രക്കാരനെതിരെ ഇപ്പോൾ കേസെടുക്കുന്നു എന്നാണ് അറിയുന്നത്. ഈ കാര്യം വളരെയേറെ ഗൌരവപൂർവ്വം കാണേണ്ട കാര്യമാണ്. കാരണം എയർപോർട്ടിൽ വന്നിറങ്ങി കസ്റ്റംസുകാർ അകാരണമായി മർദ്ദിച്ചു. അതുമായി ബന്ധപ്പെട്ട് കസ്റ്റംസുകാർ തന്നെ അവരെ മർദ്ദിച്ചതിനെ കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവിട്ടു. ആ ഉത്തരവിട്ടതിനോടൊപ്പം തന്നെ ആ യാത്രക്കാരനെതിരെ കേസെടുത്ത ഒരു സംഭവം കൂടി ഉണ്ടായിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ആ കാര്യത്തെക്കുറിച്ച് ഒരു പ്രതികരണം വേണം എന്ന് ആവശ്യപ്പെടുകയാണ്.
പെട്ടു, അത് അന്വേഷിക്കാനായിട്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട മെമ്പറെ അത് അറിയിക്കുന്നതാണ്. എനിക്ക് പറയാനുള്ളത് തന്നെ ഹക്കീമിന് എല്ലാവിധ നിയമസഹായവും നമ്മുടെ ആഭ്യന്തരമന്ത്രിയും പ്രവാസി വകുപ്പ് മന്ത്രിയും നൽകണമെന്നാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പീഡനങ്ങൾ, ക്രൂരതകളൊക്കെ ഒഴിവാക്കാൻ മംഗലാപുരം, കരിപ്പൂർ, നെടുമ്പാശ്ശേരി, തിരുവനന്തപുരം വിമാനത്താവളങ്ങളിൽ പ്രവാസി വകുപ്പിന്റെ കീഴിൽ ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിക്കണമെന്ന നിർദ്ദേശം എനിക്ക് ഈ സഭയുടെ മുമ്പിൽ വെക്കാനുണ്ട്. അതുപോലെ തന്നെ 1 മാസത്തെ അവധിക്ക് നാട്ടിൽ വരുന്നവരാണ് നമ്മുടെ സഹോദരന്മാർ. ആ 1 മാസത്തിനുള്ളിൽ 30 ദിവസത്തിനുള്ളിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. പുതിയതായി വീട് വെക്കണം, അതുപോലെ തന്നെ മക്കളെ സ്കൂളിൽ ചേർക്കണം. അപ്പോ എനിക്ക് ഇതിനൊന്നും സമയം കിട്ടുകയില്ല. അവർക്ക് ഈ ചെറിയൊരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി പല ഓഫീസുകളിലും കയറി ചെല്ലേണ്ടതുണ്ട്. ഒരുപക്ഷെ ഒരു വീട് വെക്കാൻ പെർമിഷന് വേണ്ടി ഒരു 10 ഓഫീസുകളിൽ ഈ ഗൾഫ് മലയാളികൾക്ക് കയറി ഇറങ്ങണം. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അതിന് സമയം കിട്ടുകയില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു ഏകജാലക സംവിധാനം ഏർപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗൾഫ് മലയാളികൾക്ക് വേണ്ടി ഒരു ഏകജാലക സംവിധാനം ഏർപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴായി പരിതപിക്കുന്ന, സങ്കടപ്പെടുന്ന ഒരു കാര്യമാണ് ഈ പീക്ക് ടൈമിൽ ഈ ടിക്കറ്റ് ചാർജിന്റെ വർധന. അതായത് ഗൾഫ് നാടുകളിൽ സ്കൂള് അടക്കുമ്പോൾ അവിടെ നിന്ന് കുടുംബസമേതം നാട്ടിലേക്ക് വരുന്ന സഹോദരന്മാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, ടിക്കറ്റ് ചാർജ് എത്രയോ ഇരട്ടി വർദ്ധിപ്പിക്കും. നമ്മുടെ കേന്ദ്ര സർക്കാരിന് കത്തെഴുതി, അതുപോലെ തന്നെ എയർലൈൻസിന് കത്തെഴുതി. ഈ ഗൾഫിലെ യാത്രക്കാരോട് മാത്രമല്ല സർ, ഇപ്പോൾ ഈ ചെന്നൈയിൽ പ്രളയ ദുരന്തമുണ്ടായപ്പോൾ ആ കാലത്ത് പോലും വിമാന കമ്പനികൾ യാത്രക്കാരിൽ നിന്നും അമിതമായി ചാർജ് ഈടാക്കി ജനങ്ങളെ കൊള്ളയടിക്കുന്ന കാര്യം ബഹുമാനപ്പെട്ട മെമ്പറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ? അതുകൂടി ഗവൺമെന്റിന്റെ പരിഗണനയ്ക്ക് വരേണ്ടതല്ലേ എന്ന് അത് താങ്കൾക്ക്? മലയാളികളുടെ കഷ്ടപ്പാട് ചൂഷണം ചെയ്യുന്ന പല ആളുകളുമുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്നത് ഈ എയർലൈൻസ് ആണ്. അപ്പൊ അതിനവർ നൽകുന്ന മറുപടി, പലപ്പോഴും അവർ നൽകുന്ന മറുപടി ഈ സാധാരണ ഈ സമയത്താണ്, ഈ പീക്ക് ടൈമിലാണ് സാധാരണ ഞങ്ങൾക്ക് ടിക്കറ്റ് വർദ്ധിപ്പിച്ചാൽ ഞങ്ങൾക്ക് അതിന് മുതലാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. അല്ലാത്ത സമയത്ത് ഞങ്ങൾക്ക് ആളെ കിട്ടുന്നില്ല എന്നാണ്. അതിന് തീർച്ചയായും ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ചെയ്യാനുള്ള ഒരു കാര്യം, ഈ എയർലൈൻസിനോട് പറയണം, ആളില്ലാത്ത സമയത്ത് കൂടുതൽ സർവീസ് നടത്താൻ പാടില്ല എന്ന് എയർലൈൻസിന് ഒരു നിർദ്ദേശം സർക്കാർ നൽകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആളില്ലാത്ത സമയത്ത് കൂടുതൽ സർവീസ് നടത്തുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം ഈ പീക്ക് ടൈമിൽ ഈ മലയാളികളെ ചൂഷണം ചെയ്തുകൊണ്ട് ഈടാക്കുന്നു എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ എയർ ഇന്ത്യയോട് ബഡ്ജറ്റ് സർവീസ് ഈ പീക്ക് ടൈമിൽ നടത്താനുള്ള ഒരു നിർദ്ദേശം കൂടി നൽകണം. മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത്, പാസ്പോർട്ട് സേവാ കേന്ദ്രം. ചില ജില്ലകളിൽ 1ൽ കൂടുതൽ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുണ്ട്. കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഗൾഫ് മലയാളികൾ അധിവസിക്കുന്ന ജില്ല. ആ ജില്ലയിൽ ഒരു പാസ്പോർട്ട് സേവാ കേന്ദ്രവും ഇല്ല. അത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഗൾഫ് മലയാളികൾ, നമ്മുടെ സഹോദരന്മാരുടെ നാട്ടിലില്ലാത്ത സമയത്ത് അവരുടെ കുടുംബങ്ങൾക്ക് പല കേസുകളെയും അഭിമുഖീകരിക്കേണ്ടി വരുന്നു. അവർക്ക് നിയമസഹായം നൽകാൻ ആളില്ല. അതുകൊണ്ട് ഈ പോലീസ് സ്റ്റേഷനുകളിലൊക്കെ ഈ ഗൾഫ് മലയാളികൾക്ക് വേണ്ടി ഒരു പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തണമെന്ന് ഞാൻ ഒരു നിർദ്ദേശം കൂടി വെക്കുകയാണ്. അതുപോലെ തന്നെ നോർക്ക ഡിപ്പാർട്ട്മെന്റ് പ്രൊജക്ട് ഫോർ റിട്ടേൺ എമിഗ്രൻസ്, തിരികെ എത്തിയ പ്രവാസികൾക്കുള്ള നോർക്ക വകുപ്പിന്റെ പദ്ധതിയാണ്. ഏറ്റവും ശ്ലാഘനീയമായ പദ്ധതിയാണ് ഇത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ അവിടെ നിന്ന് സകലതും നഷ്ടപ്പെട്ട്, ജോലിയൊക്കെ നഷ്ടപ്പെട്ട് തിരിച്ചു വരുന്ന ആളുകൾക്ക് ഇതേക്കുറിച്ച് ഒരു അവബോധവുമില്ല. അതുകൊണ്ട് എല്ലാ എയർപോർട്ടുകളിലും ഇതേക്കുറിച്ച് അവബോധം നൽകുന്നതിന് ഒരു ഇൻഫർമേഷൻ സെന്റർ എല്ലാ എയർപോർട്ടുകളിലും വേണമെന്ന നിർദ്ദേശം കൂടി എനിക്ക് വെക്കാനുണ്ട്. അതുപോലെ തന്നെ ആലപ്പുഴ, വയനാട്, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിലാണ് ഇപ്പോൾ നോർക്ക സെല്ലുകൾ ഉള്ളത്. കാസർഗോഡും നോർക്ക സെല്ല് സ്ഥാപിക്കണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണ്. പ്രവാസി കേരളീയരുടെ മൃതശരീരം സ്വന്തം നാട്ടിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി രൂപീകരിച്ച കാരുണ്യം പദ്ധതിയിൽ ഇപ്പോൾ 50,000 രൂപയാണ് ആ ആവശ്യത്തിന് നൽകുന്നത്. അത് അപര്യാപ്തമാണ്. ആ തുക വർദ്ധിപ്പിക്കണം. മാത്രവുമല്ല, ഒരാൾ ഗൾഫ് നാടുകളിൽ അല്ലെങ്കിൽ വിദേശത്ത് ഏതെങ്കിലും രാജ്യത്ത് മരണപ്പെട്ടാൽ അയാളുടെ ഡെഡ് ബോഡി മാത്രം വന്നാൽ പോരാ. അവിടെ ബന്ധുക്കൾ ഉണ്ടാകും, മറ്റ് കുടുംബാംഗങ്ങളൊക്കെ ഉണ്ടാകും, സ്നേഹിതന്മാരുണ്ടാകും. ഏതെങ്കിലും ഒരാൾക്ക് ആ ഡെഡ് ബോഡിയൊപ്പം വരാനുള്ള ചെലവ് കൂടി സർക്കാർ നൽകണമെന്നാണ് എനിക്ക് നിർദ്ദേശിക്കുവാനുള്ളത്. അതുപോലത്തെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് സർ. ഈ ഡെത്ത് സർട്ടിഫിക്കറ്റ്
നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയ ജനസമ്പർക്ക പരിപാടിയിൽ കുറെ കാര്യങ്ങൾ ഉണ്ടായി, കുറെ ഗുണങ്ങൾ ഉണ്ടായി. അതിൽ ഏറ്റവും വലിയ ഗുണങ്ങൾ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ നിന്ന് കുറെ പുതിയ ജിയോ ഇറങ്ങി. ആ ജിയോകളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ജിയോ, നമ്മുടെ കേരളീയനായ ഒരാൾ അന്യ സംസ്ഥാനത്തോ അല്ലെങ്കിൽ വിദേശത്തോ മരണപ്പെടുകയാണെങ്കിൽ അയാളുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ആരും നൽകും എന്നതിനെ കുറിച്ചുള്ള ഒരു സംശയം, ഒരു ആശങ്കയുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയെ തുടർന്ന് ഒരു ജിയോ പുറത്തിറങ്ങി. എവിടെയാണോ ബോഡി മറവ് ചെയ്യുന്നത് അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ആ ഡെത്ത് സർട്ടിഫിക്കറ്റ് നൽകാമെന്നുള്ള ജിയോ ഇറങ്ങി. പക്ഷേ വിദേശത്ത് മരണപ്പെടുന്ന പലർക്കും ഇപ്പോൾ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വളരെ വൈഷമ്യം അനുഭവിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. നേപ്പാളിൽ കഴിഞ്ഞ വർഷം ഒരു ഭൂകമ്പമുണ്ടായി. കാസർകോട്ടെ ഒരു ഡോക്ടർ മരണപ്പെട്ടു. ആ ഡോക്ടറുടെ ബോഡി കാസർകോട്ട് കൊണ്ടുവന്ന് മറവ് ചെയ്തു. പക്ഷേ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടും നമ്മുടെ LSGD ഡിപ്പാർട്ട്മെന്റ് ആ മരണപ്പെട്ട ഡോക്ടറുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് നൽകാൻ ഇതുവരെ തയ്യാറായില്ല എന്നത് ഞാൻ ഈ സഭയുടെ മുമ്പാകെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ വക കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട പ്രവാസി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ബഹുമാന്യനായ ശ്രീ KC ജോസഫ് വളരെ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളാണ് ഗൾഫ് മലയാളികൾക്ക് വേണ്ടി, നമ്മുടെ പ്രവാസികൾക്ക് വേണ്ടി നടത്തുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഇനിയും ഉഷാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഈ ബില്ല് അവതരിപ്പിച്ച ബഹുമാന്യനായ മന്ത്രിയെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.